മെയ് 1 നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തൊഴിലാളികളുടെ മധ്യസ്ഥനായ ഔസേപിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഓക്കെ, ഈ കഠിനമായ വേനലിൽ ഒരുപാട് നമുക്കറിയാം വളരെയധികം ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഈ അവസ്ഥയിൽ കുടുംബത്തിന് വേണ്ടി നമുക്കൊക്കെ വേണ്ടി അധ്വാനിക്കുന്ന അപ്പച്ചന്മാരെ പ്രാർത്ഥനയിൽ ഓർക്കേണ്ടത് നല്ലതല്ലേ? കുടുംബത്തിനൊക്കെ വേണ്ടി ചോര നീരാക്കി അധ്വാനിക്കുന്ന അപ്പച്ചന്മാർ എത്ര വലിയ ദുർഘടമായ കാലാവസ്ഥയിലും ഒരുപാട് അധ്വാനിക്കുന്നവരെ നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കേണ്ടത് നല്ലതാണ്. സുവിശേഷത്തിൽ ഈശോയുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. നോക്കിയാൽ അപ്പൻ ചെയ്യുന്ന ജോലിയെക്കുറിച്ചുള്ള അപ്പനിലൂടെയാണ് മകൻ അറിയപ്പെടുന്നത്. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ കുടുംബത്തിൽ ജോലി ചെയ്യുന്ന അപ്പച്ചൻ്റെ ജോലിയൊക്കെ വെച്ച്, അപ്പച്ചൻ്റെ ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി വെച്ച്, കുടുംബ പേരൊക്കെ വെച്ചാണ് നമ്മളും അറിയപ്പെടുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട അപ്പന്മാരെ ഒന്ന് ഓർക്കേണ്ടത് നല്ലതല്ലേ? ചിലപ്പോഴൊക്കെ അപ്പച്ചന്മാർ മരിച്ചു പോയിരിക്കാം. ചിലപ്പോൾ കുടുംബത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്ന അപ്പച്ചന്മാർ ജീവിതത്തിൽ സ്വന്തം സുഖ സൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർ വളർച്ച കാണാൻ വേണ്ടി, മക്കൾ വളരുന്നത് കാണാൻ വേണ്ടി, മക്കളൊക്കെ നല്ല നിലയിലെത്താൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരുപാട് അപ്പച്ചന്മാരില്ലേ? അവരെയൊക്കെ ഒന്ന് പ്രാർത്ഥനയിൽ ഓർക്കേണ്ടത് ഒത്തിരി നല്ലതാണ്. കാരണം ഒരുപാട് നാളുകളായിട്ട് കുടുംബത്തിന് വേണ്ടി ഈ പ്രിയപ്പെട്ട അപ്പന്മാർ അധ്വാനിക്കുമ്പോൾ പലപ്പോഴും ഈ അപ്പച്ചന്മാരെയൊക്കെ പലപ്പോഴും ഓർക്കാറില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ഒന്ന് ഓർക്കണം. സുവിശേഷത്തിലെ ഈശോയുടെ ആ ഒരു ഐഡൻറ്റിറ്റി കടന്നു വരുന്നത് അപ്പനിൽ നിന്നാണ്. ആ തച്ചൻ്റെ മകനല്ലേ? ഔസേപിതാവിന് ഒരുപാട് ഗുണഗണങ്ങളുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ജീവിതം മാറ്റിവെച്ച ഒരു വലിയൊരു നീതിമാനായിരുന്നു ഔസേപിതാവ്. നമ്മുടെ അപ്പച്ചന്മാരൊക്കെ ഇങ്ങനെ തന്നെയാണ്. ജീവിതത്തിൻ്റെ അധ്വാനത്തിലും ക്ലേശങ്ങളിലൊക്കെ സ്വയം ഒന്ന് ആശ്വസിക്കാൻ മറന്നു പോകുന്നവർ, സ്വയം സന്തോഷം കണ്ടെത്താൻ മറന്നു പോകുന്ന ജീവിതങ്ങളാണ് നമ്മുടെ അപ്പന്മാരൊക്കെ. ഈ അപ്പച്ചന്മാരെ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ ഹൃദയത്തിലെ പ്രാർത്ഥനയിലൊന്ന് സൂക്ഷിക്കാം. അവരുടെ വേദനകളിലും സഹനങ്ങളിലൊക്കെ ഈ അപ്പച്ചന്മാരുടെ ഒരു പ്രത്യേകതയാണ്, അവരുടെ വേദനകളും സഹനങ്ങളൊന്നും ആരോടും പങ്കുവെക്കില്ല. നിശബ്ദമായിട്ട് അവർ ഹൃദയങ്ങളിൽ ഏറ്റെടുക്കുന്നവരാണ് അപ്പച്ചന്മാർ. അപ്പച്ചന്മാരെയൊക്കെ ഒന്ന് പ്രാർത്ഥനയിൽ ഓർക്കാം. തൊഴിലാളികളുടെ മധ്യസ്ഥനായ ഔസേപിതാവിൻ്റെ മാധ്യസ്ഥം തേടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട അപ്പന്മാർക്ക് ഒരുപാട് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.